വിശദമായ വാർത്തകൾ നോക്കാം. മുസ്ലിം ലീഗ് ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പെരിന്തൽമണ്ണയിൽ ഇന്ന് UDF ഹർത്താൽ ആചരിക്കുകയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അരുൺ അമർനാഥ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ തിരഞ്ഞെടുപ്പിന് ഈ ഫലം ഉണ്ടായ ശേഷം നടക്കുന്ന ആക്രമണ സംഭവങ്ങൾ തുടരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് എപ്പോഴായിരുന്നു ഈ ആക്രമണം നടന്നത്? ഇപ്പോൾ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? CPM പ്രവർത്തകർ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ അരുൺ? ഗുഡ് മോർണിംഗ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് വിജയാഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നതും പിന്നാലെ ഇങ്ങനെ ഒരു ഹർത്താൽ UDF ആഹ്വാനം ചെയ്യുന്നതും. ഇന്നലെ വൈകിട്ടാണ് ലീഗിന്റെ വിജയാഘോഷ പ്രകടനം പെരിന്തൽമണ്ണ നഗരത്തിൽ നടക്കുന്നത്. അതിനിടെ CPM പ്രവർത്തകർ പ്രകടനമായി എത്തി ലീഗ് ഓഫീസ് ആക്രമിച്ചു എന്നുള്ളതാണ് ലീഗ് പ്രവർത്തകരുടെ പരാതി. പിന്നാലെ നജീബ് കാന്തപുരം MLA യുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ പ്രവർത്തകർ വലിയ നിരയായി റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. രാത്രി വൈകിയും ആ ഉപരോധം തുടരുകയും ഉണ്ടായിരുന്നു. എന്നാൽ CPM പറയുന്നത് ലീഗ് പ്രവർത്തകരാണ് ആദ്യം CPM ഓഫീസിന് നേരെ ഈ വിജയാഘോഷത്തിനിടെ കല്ലെറിഞ്ഞത്. അതിനാലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനവുമായി CPM പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത് എന്നുള്ളത് കൂടിയാണ് CPM പ്രവർത്തകർ എന്തായാലും പറയുന്നത്. എന്തായാലും പെരിന്തൽമണ്ണ നഗരസഭ 34 വർഷങ്ങൾക്ക് ശേഷമാണ് LDF-ൽ നിന്ന് UDF പിടിച്ചെടുക്കുന്നത്. അതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലൊരു വിജയാഘോഷം. അതിനിടെയാണ് ഇത്തരത്തിൽ പാർട്ടി ഓഫീസിന് നേരെ കല്ലേറുണ്ടാകുന്നത്. അതിൽ പ്രത്യാരോപണങ്ങളുണ്ട്. അതിന് പിന്നാലെയാണ് UDF ഇത്തരത്തിലൊരു പ്രതിഷേധ ഹർത്താൽ കൂടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഹർത്താലിനോട് എങ്ങനെയായിരിക്കും സഹകരണം എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യം കൂടിയാണ്. വരും മണിക്കൂറിൽ അറിയേണ്ടത് കൂടിയാണ്. ഓക്കെ, ഇന്നലെ രാത്രി 9:30 കൂടിയാണ് ലീഗ് ഓഫീസിന് നേരെ കല്ലേറുണ്ടാകുന്നത്. പിന്നിൽ CPM പ്രവർത്തകരാണ് എന്നാണ് UDF-ന്റെ ആരോപണം. പെരിന്തൽമണ്ണയിൽ അതുകൊണ്ട് തന്നെ UDF-ന്റെ ഹർത്താലാണ്. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ ആചരിക്കുന്നത്. എന്തായാലും കനത്ത പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ഥലത്ത്. അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിയത്.